ഹലോ നമസ്കാരം, എല്ലാവർക്കും ടെസസ് കുഞ്ഞടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊട്ടാറ്റോ 65 ആണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു 3 കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയുന്ന ആ ഒരു പരുവത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മൈദ, കോൺഫ്ലോർ, പിന്നെ കാശ്മീരി ചില്ലി, ഒരു സവോള അരിഞ്ഞത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, വേപ്പില. ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ പൊട്ടാറ്റോ 65 ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യം തന്നെ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കിഴങ്ങ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം, ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ഒരല്പം ഉപ്പും കൂടി ഇട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ നമ്മുടെ ഈ പൊട്ടാറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് ഒരല്പം ഒന്ന് കിടന്നാൽ മതി. ഒരുപാട് വേവിക്കാനല്ല. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടാറ്റോ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് വരും. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴും നമ്മൾ സാധാരണ ഇതുപോലെ ചെയ്യാറുള്ളതല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ 65 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഇവിടെ തിളയ്ക്കുന്നുണ്ട്. നമുക്കിതൊരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് തിളച്ചാൽ മതി. എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. അതൊന്ന് തണുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഇവിടെ ഞാനൊരു പ്ലേറ്റിലിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. ആ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ബാറ്റർ, ഇത് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമുക്കൊരു 3 സ്പൂൺ, ഒരു 4 സ്പൂൺ ഇടാം. 4 സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ ഒരു 2 സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്ത് അത് മിക്സ് ചെയ്യാം. അതിലേക്ക് തന്നെ നമുക്ക് ഒരല്പം കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാൻ ക്രഷ്ഡ് ചെയ്ത ചില്ലി വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലി. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഒരല്പം ഉപ്പാണ്. ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരു ബാറ്റർ റെഡിയാക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുറച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം. കോൺഫ്ലവർ എടുക്കുന്നതിനേക്കാളും ഒരല്പം കൂടുതൽ മൈദ ചേർക്കണം. ഈ കോൺഫ്ലവർ ഇല്ലെങ്കിൽ നമുക്ക് ഒരല്പം മൈദയും ഒരല്പം അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണേലും ഇത് ബാറ്റർ തയ്യാറാക്കാം. എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് പാൻ ചൂടായി നമുക്കപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ പീസ് എടുത്ത് ഈ ബാറ്ററിലൊന്ന് മുക്കി എണ്ണയിലേക്ക് ഇടുകയാണ്, സൗകര്യത്തിന് വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ ഒരു സൈഡ് ആയതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് അടുത്ത ബാച്ച് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. കണ്ടില്ലേ, കേൾക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ ഒരു സ്നാക്കായിട്ടൊക്കെ നമുക്ക് കഴിക്കാം. എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ്. നമുക്ക് അടുത്ത ബാക്കിയിരിക്കുന്ന ഈ പൊട്ടാറ്റോയും കൂടെ നമുക്ക് പൊരിച്ചെടുക്കാം ഇതുപോലെ തന്നെ.
അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇങ്ങനെ മണ്ടിക്കലും തന്നെ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് 65 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ, ആ സെയിം പാൻ തന്നെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് എണ്ണ മാറ്റിയിട്ടുണ്ട്. നമുക്ക് അത്രയും എണ്ണ വേണ്ട, പൊരിച്ചെടുത്ത എണ്ണ മാറ്റി ആ സെയിം എണ്ണ തന്നെ കുറച്ച് ഇതിലൊഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ എണ്ണ ചൂടായി തന്നെ ഇരിക്കുകയല്ലേ. അപ്പോൾ നമുക്കതിലേക്ക് ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ വെളുത്തുള്ളി ഒന്നിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം. സവോള നന്നായിട്ടൊന്ന് വാടി വരണം. ഇതിൽ നമ്മളൊരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ വന്നിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഞാനിവിടെ ഒരു 4 പച്ചമുളകും വേപ്പിലയുണ്ട്, കുറച്ച് വേപ്പില, രണ്ട് വേപ്പിലയുണ്ട്. അതെല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റി എടുക്കാം. അധിക സമയം ഇനി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സവോള ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ പൊട്ടറ്റോയും കൂടെ എടുത്തിട്ട് ഇളക്കിയെടുക്കാം. ഇത്രയും തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ പൊട്ടറ്റോ 65 ഇവിടെ റെഡിയായി. ഇത് നമുക്ക് ഒരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടറായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് ഇത്രയും തന്നെ ഉള്ളൂ. ഇനി ഇതൊട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്കിനി നമ്മുടെ പൊട്ടറ്റോ 65 റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഒരു സെർവിങ് ബൗൾ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ 65 ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് റെഡ് ചില്ലി സോസൊക്കെ ഉപയോഗിച്ചിട്ട് സവോള ഇട്ട് വഴറ്റി അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇവിടെ ഞാനിത് വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത ഒരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.